പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര അഭിനേതാവും ഗായകനുമായ അരിസ്റ്റോ സുരേഷാണ്. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് MV ശശികുമാർ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിലെ വിശിഷ്ടാതിഥി നമുക്കെല്ലാം പരിചിതനായ ഒരു കലാകാരനാണ്. എന്തിനധികം ഒരു സിനിമ, ഒരു പാട്ട്, അതോടെ മലയാളത്തിലെ എല്ലാ സിനിമാ പ്രേമികളുടെയും മനസ്സിൽ കയറിക്കൂടിയ വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി. മറ്റാരുമല്ല, അരിസ്റ്റോ സുരേഷ് എന്നറിയപ്പെടുന്ന V സുരേഷ്. സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എല്ലാവർക്കും അറിയാം, താങ്കളുടെ കലാജീവിതം കൂടുതൽ ആളുകളിലേക്ക് എത്തിയത് ആക്ഷൻ ഹീറോ ബിജു എന്ന ആ ഒരു സിനിമയും ആ സിനിമയിലെ മുത്തേ പൊന്നെ പിണങ്ങല്ല് എന്ന പാട്ടോടുകൂടിയുമാണ്. എങ്ങനെയായിരുന്നു ആ സിനിമയിലേക്ക് എത്തപ്പെട്ടത്? ആ സിനിമയിലേക്ക് ഞാൻ എത്തപ്പെട്ടത് എൻ്റെ ഒരു കൂട്ടുകാരൻ ശ്രീജിത്ത്, അയാളുടെ ചേട്ടൻ്റെ കൂട്ടുകാരനായ ആളാണ് ബോബി സാർ. അദ്ദേഹമാണ് എന്നെ എൻ്റെ പാട്ടുകൾ ലാപ്ടോപ്പിൽ റെക്കോർഡ് ചെയ്തിട്ട് എബ്രിൽ ഡിസൈൻ സാറിനെ കേൾപ്പിക്കുന്നത്. അങ്ങനെ ആ പാട്ട് കേട്ടിട്ടാണ് എന്നെ അവിടേക്ക് വിളിക്കുന്നത്. വിളിക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ ബോബി സാർ കൂട്ടിയിട്ട് എറണാകുളത്ത് പോകുന്നത്. അപ്പോൾ ഞാൻ കരുതിയത് എൻ്റെ പാട്ട് അവിടെ എടുത്തു, അതിൽ വലിയ ഗായകരെ കൊണ്ട് പാടിപ്പിക്കണം എന്നൊക്കെയാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ സാർ പറഞ്ഞു ഞാൻ തന്നെ പാടണം. അപ്പോൾ സിനിമയല്ലേ, പാടാണ്ടിരുന്ന ആ ചാൻസ് നഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ച് സാറിൻ്റെ നിർബന്ധം കൊണ്ട് പാടിയതാണ്. ഈ പാട്ട് പാടിയിട്ടാണോ പിന്നെയാണോ ക്യാരക്ടർ ഒരു വേഷം കിട്ടുന്നത്? അല്ല, അതിനു മുമ്പേ സാർ മനസ്സിൽ കരുതിയിരിക്കണം ആ ക്യാരക്ടർ. അത് പാട്ട് കഴിഞ്ഞവരെ തന്നെ സാർ എൻ്റെ ചോദിച്ചു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു ചോദിച്ചു. സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആണ്. കുട്ടിക്കാലം തൊട്ട് സിനിമാ പ്രേമിയാണ്, വളരെ സിനിമാ പ്രേമിയാണ്. അപ്പോൾ സിനിമയിലേക്കൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു തിരക്കഥാകൃത്താവുക, പിന്നീട് ഒരു ഡയറക്ടറാവുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മൾ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് സിനിമയിലേക്കൊരു ചാൻസ് വരികയാണ് അഭിനയിക്കാൻ. അപ്പോൾ എനിക്ക് അഭിനയം അറിയില്ല, അഭിനേതാവായിരുന്നില്ല നമ്മൾ. പക്ഷേ സാറ് എന്നെക്കൊണ്ട് അഭിനയിപ്പിക്കുകയായിരുന്നു. അഭിനയം മാത്രമല്ല, ക്യാമറയുടെ മുമ്പിൽ നിൽക്കണ്ടേ? ക്യാമറയുടെ മുമ്പിൽ നിൽക്കണം. അപ്പോൾ സാറിൻ്റെ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ ക്യാമറ ഉണ്ടെന്നോ ചുറ്റും ആളുണ്ടെന്നോ ഒന്നും വിചാരിക്കണ്ട, സുരേഷൻ മാത്രമേ ഉള്ളൂ. നാട്ടിലൊക്കെ എങ്ങനെയാണ്, അത് നമ്മളൊറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ മാത്രം കരുതിയാൽ മതി. അങ്ങനെ സാറ് എന്നെക്കൊണ്ട്, ഞാൻ അഭിനയിച്ചതല്ല, എന്നെക്കൊണ്ട് അഭിനയിപ്പിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു വേഷമായിരുന്നു, മുണ്ടൊക്കെ അഴിച്ചൊക്കെ കാണിക്കുന്ന അല്ലേ? അത് പനമ്പള്ളി നഗറിലായിരുന്നു ഷൂട്ടിങ്. ഒരുപാട് ജനങ്ങളും ചുറ്റും നിന്ന് കാണും അല്ലേ? ഒരു പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പലർക്കും ഞാൻ ശരിക്കും മദ്യപിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്നാണ് കരുതിയത്. മണത്തൊക്കെ നോക്കി തന്നെ. സാറിനും എനിക്കും അറിയാം ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത്. സാറിന് മാത്രമല്ല, ഞങ്ങളുടെ ലൊക്കേഷനിലെ കംപ്ലീറ്റ് ക്രൂവിനും അറിയാം. നാട്ടുകാർക്ക് അറിയില്ല. വഴിയെ പോയ ഷൂട്ട് കണ്ടുകൊണ്ട് പോയ സ്ത്രീകളൊക്കെ ശരിക്കും ക്യാമറ കാണാതെ പോയത്. ക്യാമറ കാണാത്തതുകൊണ്ട് അവർ കരുതിയത് ഒരു കുടിയെ റോഡിൽ കിടന്ന് ബഹളം കാണിക്കണമെന്ന് തന്നെ വിചാരിക്കുമല്ലേ. എങ്ങനെയാണ് ഈ പാട്ട് പാടിയിട്ട്, പറഞ്ഞില്ല കുറച്ചു മുമ്പേ പറയേണ്ട, ഈ ലാപ്ടോപ്പിലൂടെ കേൾപ്പിച്ചു എന്ന്. അപ്പോൾ ഇങ്ങനെ പാട്ട് പാടുന്ന പതിവുണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു? ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ ഞാൻ എഴുതിയതും പാടുന്നതായിട്ടൊക്കെയുള്ള പാട്ടുകൾ കലാഭവൻ മണി പോലെ അങ്ങനെയുള്ള പാട്ടുകാരെ കൊണ്ടൊക്കെ പാടിപ്പിച്ചാൽ കൊള്ളാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്കൾ പാട്ട് എഴുതുമായിരുന്നു അല്ലേ? പാട്ട് എഴുതുമായിരുന്നു. എഴുതുമ്പോൾ പാടി എഴുതും, അങ്ങനെ അത് പാട്ടാവും. ശരി. അങ്ങനെ പാടിയ പാട്ടാണ് മുത്തേ പൊന്നെ പിണങ്ങല്ല്. മുത്തേ പൊന്നെ പിണങ്ങല്ല്. വേറെ ഇഷ്ടംപോലെ പാട്ടുകളുണ്ടോ? അങ്ങനെ വേറെ പരോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് എഴുതി പാടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം മുത്തേ പൊന്നെ ഒന്ന് കേട്ടിട്ട് തുടരാൻ തോന്നുന്നു. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. എന്തിനു പെണ്ണെ നിനക്കിന്നു പിണക്കം, നീ എൻ്റെ കരളല്ലേ. രാവിൻ്റെ മാറിൽ മയക്കം കൊള്ളുമ്പം നീയല്ലോ കനവാകേ. പകലിൻ്റെ മടിയിൽ മിഴി തുറന്നാൽ രാവത്തും വരയ്ക്കും നിൻ രൂപം മുന്നിൽ. മൊത്തത്തിൽ പറഞ്ഞാൽ നീ എൻ്റെ നിഴലും വെളിച്ചമെന്നിൽ തൂകുന്ന വിളക്കും. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. താനേ തന്നെ തന്നാനേ താനെന്നെ, താനേ തന്നെ തന്നാനേ താനെന്നെ. വളരെ സന്തോഷം നേരിട്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ. ഈ പാട്ടാണ് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തത് താങ്കളുടെ അല്ലേ? സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതിനു മുമ്പേ ഇതുപോലെ പാട്ടുകൾ ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട്.
പാട്ടുകൾ ഉണ്ടാക്കി അതെല്ലാം ശബ്ദലേഖനം ചെയ്തിട്ടുണ്ടോ, റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? കുറച്ച് പാട്ടൊക്കെ ഞാൻ തന്നെ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതിനു മുമ്പോ? അതിന് മുമ്പൊക്കെ ആക്ഷൻ ഹീറോ ബിജുവിന് മുമ്പ് അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. റെക്കോർഡ് ചെയ്തിട്ടൊന്നുമില്ല. ഈ പാട്ടൊക്കെ തനി എങ്ങനെ തോന്നുന്നതാണോ? എങ്ങനെയാണ് ഈ പാട്ട് എഴുതുന്നതിൻ്റെ ഒരു അനുഭവം? എനിക്കറിയില്ല, എങ്ങനെയാണെന്നറിയില്ല. വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ പാടാൻ തോന്നുന്നു. കൂടുതലും ഇങ്ങനെ കുളിക്കുന്ന നേരത്തൊക്കെ പാട്ടുകൾ വന്നുകൊണ്ടിരുന്നത് മുമ്പൊക്കെ. ഇപ്പോഴും ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ ഇരുന്ന് എഴുതി പാട്ടുണ്ടാക്കണം. മറ്റേത് ഞാൻ പോലും അറിയാതൊക്കെ അറിയുമായിരുന്നു പാട്ടുകൾ. അത് മനസ്സിൽ തോന്നുന്നു. അക്കാലത്ത് ഈ മൊബൈലും ഒന്നും ഇല്ലല്ലോ, പെട്ടെന്ന് റെക്കോർഡ് ചെയ്ത് വയ്ക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ പേപ്പറും പേനയും കിട്ടി അത് എഴുതി വയ്ക്കൂ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ താങ്കൾ എന്തെങ്കിലും? അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടോ? തിരുവനന്തപുരം സ്വാതി തിരുനാൾ അക്കാഡമി, അതിൻ്റെ മുന്നിലൂടെയൊക്കെ ഒരുപാട് നടന്നിട്ടുള്ളതാണ്. അതിനകത്ത് കയറി കുട്ടിക്കാലത്തെ തൊട്ട് അതിനകത്ത് കയറി കുറേ കളികളൊക്കെ കളിച്ചിട്ടുള്ളതാണ്. പഠിച്ചിട്ടുണ്ടോ അവിടെ? ഇല്ല, അതിനകത്ത് കയറിയതിൻ്റെ ഒരു പരിചയമുണ്ട്. അങ്ങനെ ഒരു പരിചയമുള്ളൂ. വീട്ടിൽ അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടോ? അമ്മയോ അച്ഛനോ ഒക്കെ പാട്ട് പാടുന്ന അങ്ങനെ ഒരു കലാപാരമ്പര്യം? ഇല്ല, അമ്മ ഇടയ്ക്കൊക്കെ പാടും. അത് സിനിമ പാട്ടുകൾ അമ്മ ഒറ്റയ്ക്ക് ഇരുന്ന് ചേപ്പ പാടുന്ന ഒക്കെ കേട്ടിട്ട് ഓർമ്മ. എങ്ങനെയാണ് ഈ പേരിൻ്റെ കൂടെ അരിസ്റ്റോ എന്നുള്ളത് വന്നത്? അരിസ്റ്റോ സുരേഷ് എന്ന് പറയുന്നത്? അരിസ്റ്റോ സുരേഷ് എന്ന് പറയുന്നത് അവിടെ യൂണിയനിൽ ജോലി ചെയ്യുമ്പം ഈ പാർട്ടി വർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് സുരേഷ്മാരുള്ളതുകൊണ്ട് പാർട്ടിക്കാർ അരിസ്റ്റോയിലെ സുരേഷ്, അരിസ്റ്റോ ജംഗ്ഷനിലെ സുരേഷ് അങ്ങനെ പറഞ്ഞത്. പിന്നെ അത് ഏതോ 1-2 നോട്ടീസിലൊക്കെ അങ്ങനെ പേര് വന്നിട്ടുണ്ട്. ഷൂട്ട് കഴിഞ്ഞപ്പോൾ സാർ എൻ്റെ ചോദിച്ചു എന്ത് പേര് വെക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ നാട്ടിൽ എൻ്റെ പേര് സുരേഷ് എന്നാണ്, വേറെ അതിൻ്റെ കൂടെ എന്തെങ്കിലും. ഞാൻ പറഞ്ഞു നാട്ടിലേക്ക് ഇങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു. അരിസ്റ്റോ സുരേഷ് എന്നാണ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അരിസ്റ്റോ ജംഗ്ഷൻ എന്ന് പറഞ്ഞത് തമ്പാനൂർ വാർഡിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്ന്. തൊട്ടടുത്താണ് ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും. ഇങ്ങനെ അരിസ്റ്റോ സുരേഷ് എന്ന് ആൾക്കാർ വിളിക്കാറുണ്ട്. പക്ഷേ ഞാൻ പിന്നെ സിനിമ കാണുമ്പോഴാണ് സ്ക്രീനിൽ അത് എഴുതി കാണിക്കുന്നത് കണ്ടത്, അരിസ്റ്റോ സുരേഷ്. നമുക്ക് എന്തായാലും ഇഷ്ടഗാനത്തിലേക്ക് പോകാം. ഇന്ന് ഏതാണ് താങ്കളുടെ ആദ്യ ഇഷ്ടഗാനം? എൻ്റെ ആദ്യത്തെ ഇഷ്ടഗാനം ആക്ഷൻ ഹീറോ ബിജുവിലെ പൂക്കൾ പനിനീർ പൂക്കൾ എന്ന പാട്ട് തന്നെയാണ്. താങ്കളുടെ ജീവിതം മാറ്റിയ ഒരു സിനിമയാണോ? അല്ലേ, ജീവിതം മാറ്റിമറിച്ചൊരു സിനിമയാണ്. പക്ഷേ ആ സിനിമ 110 ദിവസത്തോളം ഷൂട്ടുണ്ടായിരുന്ന സിനിമയാണ്. ഇതിൽ 70-80 ദിവസത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പാട്ട് ചിത്രീകരിക്കുമ്പോൾ ആ സമയത്ത് മാത്രം ഞാൻ ഇല്ലാതായി. അത് പിന്നെ സിനിമയിലാണ് അത് കാണുന്നത്. പിന്നെ മാത്രമല്ല ദാസ് മാഷിൻ്റെ വളരെ പ്രായം ചെന്നിട്ട് പാടിയ പാട്ടല്ലേ. തീർച്ചയായും നമുക്ക് ആ ഇഷ്ടഗാനത്തിലേക്ക് പോകാം. ഈ അരിസ്റ്റോ ജംഗ്ഷനിലാകുമ്പോൾ നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ്. ഈ അരിസ്റ്റോ അവിടെയാണ് പ്രേംനസീറൊക്കെ പണ്ട് താമസിച്ചിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. താങ്കൾക്ക് അവരെയൊക്കെ കാണാനൊക്കെ ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ നസീർ സാറിനെ കണ്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ അനുഭവം? അത് ഒരിക്കൽ ഈ പ്രേംനസീറിനെ കാണാനില്ല എന്ന സിനിമയുടെ ഷൂട്ട് കിടക്കുമ്പോൾ ഞങ്ങളവിടെ ഹോട്ടൽ ജാസ് അവിടെ സാറ് താമസിച്ചിരുന്നു. അപ്പോൾ ഒരു തവണ കണ്ടിട്ടുണ്ട്. പിന്നെ ന്യൂ തിയേറ്ററിൽ 50-ാം ദിവസം ഇത്തിക്കരപ്പക്കി സിനിമ ആഘോഷിക്കുമ്പോൾ ഇവരെല്ലാവരും അവിടെ വന്നിരുന്നു. അപ്പോൾ അതിൽ അഭിനയിച്ചിട്ടുള്ള ഒട്ടുമിക്ക താരങ്ങളെ നേരിട്ട് കാണാൻ പറ്റി. നസീർ സാറിനെ തൊടാൻ പറ്റി. അന്ന് സുരേഷ് സ്കൂളിൽ പഠിക്കുന്ന സമയമായിരിക്കും അല്ലേ? പ്രൈമറി സ്കൂളിൽ എന്തോ പഠിക്കണമായിരുന്നു. എവിടെയായിരുന്നു തിരുവനന്തപുരത്ത് പഠനമൊക്കെ സ്കൂളിലൊക്കെ? ഞാൻ എൻ്റെ 1 മുതൽ 7 വരെ പഠിച്ചത് തമ്പാനൂർ UPS സ്കൂളിലാണ്. 8ാം ക്ലാസ് പഠിച്ചത് SMB സ്കൂളിലായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് ഒരുപാട് കലാകാരന്മാരെ കാണാനും ഈ പറഞ്ഞ പോലെ തൊടാനും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അന്ന് ഒരുപാട് സിനിമക്കാരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? കണ്ടിട്ടുണ്ട്. പിന്നെ അയ്യപ്പൻ സാറ് പതിവായി കൈരളി തിയേറ്ററിൽ പഠിക്കട്ടെ എന്ന പാട്ട് പാടുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് എനിക്ക് അദ്ദേഹം ആരാണെന്നൊന്നും അറിയില്ല. പിന്നീടാണ് അങ്ങനെ ഒരാളാണ്. അവിടെ ഈ IFFKയുടെ ഫിലിം ഫെസ്റ്റിവൽ വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വരും. അപ്പോൾ അതൊക്കെ ലോറിയിൽ നടക്കുന്നത് അന്ന് ഞങ്ങൾ യൂണിയൻകാരകൾ കയറ്റി വിടുമ്പോഴും ഞങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഇത് കൊണ്ടിറക്കി തിരിച്ച് പോകുന്നത് വരെയുള്ള ആ സമയത്ത് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന ആ ഒരാഴ്ചക്കാലത്തും ഞങ്ങൾ അവിടെ തന്നെ കാണും. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരെയൊക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സിനിമയോട് ഒരു അഭിനിവേശം തുടങ്ങുന്നത്? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ തുടങ്ങിയോ? എങ്ങനെയാണ്? കുട്ടിക്കാലത്ത് ഞങ്ങൾ ഈ കുട്ടികൾ വീട്ടുമുറ്റത്ത് അമ്മയുടെയൊക്കെ സാരിയൊക്കെ ഒപ്പിച്ച് കമ്പൊക്കെ കെട്ടി സ്റ്റേജ് പോലൊക്കെ കെട്ടി നാടകം കളിക്കുമായിരുന്നു. അപ്പം അന്ന് 1-2 നാടകം എനിക്ക് എഴുതിയിട്ടുണ്ടെന്നുള്ള ഒരുപാട് പേരുണ്ട്. നമ്മുടെ കൂട്ടുകാർ തന്നെ. അത് അങ്ങനെയൊക്കെ ഉള്ള ഇതേ ഉള്ളൂ. അല്ലാതെ വേറെ അമച്ചറായിട്ട് പ്രൊഫഷണലായിട്ടൊന്നും നാടകങ്ങളിലൊന്നും അഭിനയിച്ചിട്ടില്ല. അങ്ങനെ ഈ അഭിനയമോഹം സിനിമയിൽ അഭിനയിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് തന്നെ? എനിക്ക് അഭിനയിക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു തിരക്കഥാകൃത്ത് ഒരു സംവിധായകനാവണം അങ്ങനെയായിരുന്നു ആഗ്രഹം. അതോടൊപ്പം പാട്ട് എഴുതണമെന്നും ഉണ്ടായിരുന്നു അല്ലേ? ശരിക്കും ഈ പാട്ട് എഴുതി തുടങ്ങിയത് ഞാൻ ആദ്യം ഭക്തിഗാനങ്ങളാണ് എഴുതുക. ഞങ്ങളവിടെ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വഴി അലങ്കാര സ്റ്റേജ് കെട്ടി അവിടെ കലാപരിപാടിയൊക്കെ നടക്കും. അപ്പോൾ ഈ ഭക്തിഗാന സുധയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊരു പാട്ട് ഞാൻ എഴുതും. പിന്നെ ഗാനമേളയ്ക്ക് എഴുതും. ആറ്റുകാലമ്മയ്ക്ക് ശ്രീ വിനായകനെക്കുറിച്ചൊക്കെ എഴുതും. ഈ തമ്പാനൂർ ഗണപതി കോവിലിൽ തിങ്കൾ വെള്ളിയാഴ്ചയൊക്കെ അവിടെ ഭജനയുണ്ട്. അപ്പോൾ അതിലെൻ്റെ കൂട്ടുകാരൊക്കെ വിനോദമൊക്കെ പാടണം. അപ്പം അങ്ങനെ ഒരു പാട്ട്
ഞാൻ എഴുതി കൊടുത്തത്. ആദ്യമായിട്ട് എഴുതിയതൊരു സരസ്വതിയിലെ പാട്ടാണ്, വീണാനാഥം ശ്രവണരസം എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും അതിൻ്റെ വാക്കുകളൊക്കെ എന്താണെന്നുള്ള ഞാൻ എഴുതി വെച്ചതിന് ശേഷം ഞാൻ മലയാളത്തിലെ ചെറിയ പര്യായ പദങ്ങളൊക്കെ ഉള്ളതൊക്കെ എടുത്ത് നോക്കി പഠിച്ച് അങ്ങനെയൊക്കെ പാട്ട് എഴുതുള്ളൂ. നമുക്ക് അടുത്ത് കേൾക്കേണ്ട പാട്ട് ഏതാണ് താങ്കളുടെ പറയും? അടുത്ത കേൾക്കേണ്ട പാട്ട് റെസ്റ്റ് ഹൗസ് എന്ന സിനിമയിൽ. അതിൽ ഒരുപാട് പാട്ടുകളുണ്ട്. പാടാത്ത വീണയും പാടും, തൊട്ടു തൊട്ടില്ല, എന്നൊക്കെ ഒരുപാട് പാട്ടുകളുണ്ട്. ശ്രീകുമാരൻ തമ്പിയുടെ. അതിൽ പൗർണമി ചന്ദ്രിക തൊട്ട് വിളിച്ചു പത്മരാഗം പുഞ്ചിരിച്ചു. അത് ഞാൻ പഴയ കാര്യം. ഈ സിനിമ ഞാൻ കാണുമ്പോൾ അന്ന് 60 പൈസയായിരുന്നു ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ്. തിരുവനന്തപുരം സത്യ തിയേറ്റർ, പിന്നീട് അത് കൃപ തിയേറ്ററായി, ഇപ്പോൾ PVR അങ്ങനെ എന്തോ. അക്കാലത്തെ സിനിമകളെക്കുറിച്ച് ഓർക്കുമ്പോൾ റെസ്റ്റ് ഹൗസ്, പിക്നിക്, അങ്ങനെ കുറേ സിനിമകളൊക്കെ വരും. അത് തറ ടിക്കറ്റ് എന്ന് പറയുന്നത് അതാണോ? തറയല്ല, ഏറ്റവും മുന്നിലത്തെ ബെഞ്ചാണ്. ബെഞ്ചാണ്. അന്ന് ഈ ബെഞ്ച് മാറി കസേരയായി വരുന്ന സമയമാണ്. കുറച്ച് ബാക്കിലോട്ടാണെങ്കിൽ കുഷ്യൻ, ചെറിയ കുറച്ചുള്ള സൗകര്യങ്ങളുള്ളത്. അങ്ങനെ 60 പൈസ കൊടുത്ത് കണ്ട സിനിമയാണ് റെസ്റ്റ് ഹൗസ്. റെസ്റ്റ് ഹൗസ്. അതിൽ പൗർണമി ചന്ദ്രിക എന്നൊരു പാട്ട്. ആ പാട്ട് കേൾക്കാം നമുക്ക്. ഈ ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷം പിന്നീട് ഉടനെ തന്നെ നമുക്ക് അടുത്ത സിനിമ അങ്ങനെ കിട്ടുകയുണ്ടായോ? അപ്പോൾ രണ്ടാമത്തെ സിനിമ സാറിൻ്റെ തന്നെ സിനിമയായിരുന്നു പൂമരം. പൂമരത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ സഖാവ്, ഉദാഹരണം സുജാത, അങ്ങനെ കുറേ സിനിമകൾ. അങ്ങനെ 2017 ഇതെല്ലാം നടക്കുന്നത് അല്ലേ? 2017. ഈ ഉദാഹരണം സുജാതയിൽ ഒരു പാട്ടും പാടിയിട്ടുണ്ട് അല്ലേ? നീ ഞങ്ങളുടെ കണ്ണിൻ്റെ കണ്ണാണടി പെണ്ണാളേ, നീ ഞങ്ങളുടെ ചങ്കിൻ്റെ ചങ്കാണടി പെണ്ണാളേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. ആ പാട്ട് ആ സിനിമയിൽ വന്നില്ല. ആ സിനിമയുടെ പ്രൊമോഷൻ സോങ്ങിൻ്റെ ഭാഗമായിട്ട് ആ പാട്ട് വന്നു. അപ്പോൾ അത് ഞാൻ പാടി അഭിനയിച്ചു. ഞാനും അത് ഞങ്ങളെല്ലാവരും, ഗോപിസുന്ദർ സാറും പാട്ട് എഴുതിയ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ആ സിനിമ അഭിനയിക്കണം. ആ പാട്ടിൽ ചെങ്കൽച്ചുള കോളനിയിൽ വെച്ചായിരുന്നു എൻ്റെ ഷൂട്ടിങ്. പിന്നെ മെച്ചപ്പെട്ടൊരു വേഷം, അതല്ലെങ്കിൽ എടുത്തു പറയാവുന്നൊരു വേഷം എന്ന് പറയുന്നത് പരോളിലാണ് അല്ലേ കിട്ടുന്നത്? പരോളിൽ വേഷം കൊള്ളാം, ജയിൽ പുള്ളിയായിട്ടുള്ള. പിന്നെ ഒരു കുട്ടനാടൻ പാർപ്പാപ്പ അതിലുണ്ടായിരുന്നു. കുട്ടനാടൻ പാർപ്പാപ്പയിലുണ്ടായിട്ടുണ്ട്. ക്യൂബൻ കോളനി, അങ്ങനെ ആ കാലത്ത് കുറേ സിനിമകളിലൊക്കെ. ഈ പരോളിലും പാട്ടുമുണ്ട് അല്ലേ? ആ പരോളിലും ഇതുപോലെ തന്നെ മുത്തേപ്പനെ പോലെ തന്നെ എഴുതി പാടി. ശരത് സാറാണ് സ്റ്റുഡിയോയിൽ പാടിപ്പിച്ച, ചെന്നൈയിൽ. അവിടെ വരാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പാടിപ്പിച്ചിട്ടാണ് എന്നെ അങ്ങോട്ട് വിട്ടത്. ശരി. അതേത് പാട്ടാണ്? ഒരു ലൈൻ പറയാം. അത് ഇരുമ്പഴിപ്പൂട്ടിനും കിടിലം മതിലിനും മത്താപ്പ് വിരിയുന്ന ചിരിയളിയ ചേട്ടനിന്നു പരോൾ വന്നു ജയിലിൽ നിന്നൊരു ഉത്സവമായി പരോൾ കാലം നല്ലൊരു പരോൾ കാലം എന്ന് പറഞ്ഞിട്ട്. ഇത് എഴുതിയതാരാണ്? ആ പാട്ട് എഴുതിയ ഞാൻ തന്നെയാണ്. ശരി. എഴുതി ട്യൂണിട്ട് പാടി അല്ലേ? അഭിനയിക്കുകയും ചെയ്തു. പിന്നീട് എങ്ങനെയായിരുന്നു അടുത്ത സിനിമയുടെ ഒരു ചാൻസ് വരുന്നത്? അടുത്ത ശേഷം സിനിമ കുറേ നല്ല ചെറിയ വേഷങ്ങളാണെങ്കിലും കിട്ടിക്കൊണ്ടേയിരുന്നു. തീ, പൂക്കാലം, വള്ളിക്കെട്ട്, ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന. അതിൽ ഏത് വേഷമായിരുന്നു മോഹൻലാലിനൊപ്പം? അതിലൊരു എന്താ പറയുക, ഒരു പള്ളിയിൽ അച്ഛൻ്റെ കീഴിലുള്ള കപ്പിയാരി പോലത്തെ സഹായി ആയിട്ടാണ്. സിദ്ദീഖ് സാറായിരുന്നു പള്ളിയിൽ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ സഹായി ആയിട്ട്. തൃശ്ശൂരായിരുന്നു ഷൂട്ടിങ്? അത് കൂടുതലും ഈ എറണാകുളം, ഗുരുവായൂർ സൈഡ് ഇങ്ങനെയൊക്കെ. മോഹൻലാലിൻ്റെ ഒപ്പം കോമ്പിനേഷൻ ഒക്കെ വന്നിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ അനുഭവം? ശരിക്കും അത് ശരിയാ. അതിൽ എൻ്റെ സംഭാഷണമൊക്കെ ഭയങ്കര സ്പീഡായിരുന്നു. അപ്പോൾ ലാലേട്ടൻ അവിടെ കിടക്കുകയാണ്. അത് കിടന്നുകൊണ്ട് പറഞ്ഞു സ്പീഡ് കൂടുന്നു, കുറയ്ക്കണമെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ശരി. മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അഭിനയം എങ്ങനെയായിരുന്നു? പരോളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ കോമ്പിനേഷൻ? അതിൽ ഞാനും അസീസും ഞങ്ങൾ കുറേ പേര് ഉണ്ടായിരുന്നു. എല്ലാം ജയിൽ പുള്ളികളായിട്ടാണ് അല്ലേ? എല്ലാം ജയിൽ പുള്ളികളായിട്ടാണ്. പ്രദീപ് പൂവൻകോഴി അതിലും അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? പ്രദീപ് പൂവൻകോഴിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കോളാമ്പിയിലും അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? 2023 അടുത്ത കാലത്ത് അഭിനയിച്ച് കോളാമ്പി. അടുത്ത കാലത്തിൽ അത് ഞങ്ങൾ കുറച്ച് മുമ്പേ ഇതായിരുന്നതാണ് കോളാമ്പി. അതിൻ്റെ ആ സംഭവ സിനിമ ഇറങ്ങാൻ കുറച്ച് വൈകിട്ടുണ്ട്. പ്രഭാവർമ്മ പാട്ടൊക്കെ എഴുതിയ അതിലും നല്ലൊരു വേഷമായിരുന്നു. രഞ്ജി പണിക്കർ സാറിൻ്റെ കൂടെ നടക്കുന്ന ഒരാളായിട്ട്. ശരി. അതിൽ പാട്ടൊന്നും ഉണ്ടായിരുന്നില്ല താങ്കളുടെ വിഷയം അല്ലേ? പ്രഭാവർമ്മയുടെ എന്നിട്ട് രാജീവ് കുമാർ സാർ പറഞ്ഞു 4 വരി പാട്ട് വേണം. 4 വരി പാടിയിട്ട് ഉള്ളതാണ്. കോളാമ്പിക്കാലം എന്ന് പറഞ്ഞിട്ട് മലനിരകൾ കടന്നു ഉച്ചത്തിൽ കൂകി വിളിച്ചൊരാ കോളാമ്പിക്കാലം, നമ്മുടെ ഓർമ്മകളെ പങ്കുവയ്ക്കുന്ന ഒരു കോളാമ്പിക്കാലം. ഇത് സുരേഷൻ എഴുതിയ പാട്ടാണോ? അത് അപ്പം ഉണ്ടാക്കിയ പാട്ട്. സാറ് പറഞ്ഞു ലാലെങ്കിലും പാട്ട് വേണ്ടി വരുമെന്ന്. എങ്ങനെയാ അത് ഉണ്ടായി എന്നുള്ളതാണ് പറയാം. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതി ഉണ്ടാക്കിയല്ല, അതെങ്ങനെ ഉണ്ടായതാണ്. മറ്റു പാട്ടുകൾ പ്രഭാവർമ്മയാണ് എഴുതിയിട്ടുള്ളത്. അതെ, അദ്ദേഹത്തിന് ദേശീയ അവാർഡും ലഭിച്ചു. നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ? അടുത്ത കേൾക്കേണ്ടത് ഒരു കോമഡി പാട്ടാണ്. കാര്യം ഇത് നമ്മൾ ഈ സിനിമ കണ്ട് നടക്കുന്ന കാലത്ത് തിയേറ്ററിൽ കാണാൻ പറ്റാണ്ട് പോയ ഒരു സിനിമയാണ്. പക്ഷേ എപ്പോഴും
ഈ രാവിലെ ഈ ആകാശവാണിയുടെ 8 മണി തൊട്ട് 9 മണി വരെയുള്ള ഗാനോപകാരം പരിപാടിയുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പും കാപ്പൊടിയും കാര്യങ്ങളൊക്കെ. വീട്ടിലൊരു കുഞ്ഞു റേഡിയോ, അതിലായി പാട്ടുകളൊക്കെ കേൾക്കണം. അങ്ങനെ കേട്ടുള്ള പാട്ട് ഈ സിനിമ ഏതെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ അത് കാണാൻ പറ്റാണ്ട് പോയി. അങ്ങനെ അതിൻ്റെ വീഡിയോ കാസറ്റൊക്കെ ഇട്ട് കണ്ട സിനിമയാണ് അഗ്നിമൃഗം എന്ന് പറഞ്ഞ സിനിമ. അതിൽ മരുന്നോ നല്ല മരുന്ന്, പറ്റുമരുന്ന് നീറ്റുമരുന്ന് എന്നൊക്കെ തുടങ്ങുന്ന ഒരു പൊടിമരുന്നൊക്കെ പറഞ്ഞിട്ട് കോമഡി പോലത്തെ പാട്ടാണ്. ആ പാട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ആ പാട്ട്. ഈ സിനിമയ്ക്കൊപ്പം തന്നെ താങ്കൾ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയായിരുന്നു സീരിയലിലൊക്കെ? ഞാൻ ഒരു എപ്പിസോഡൊക്കെ പോയിട്ട് പ്രത്യേകം വിളിക്കുമ്പോൾ പോയി ചെയ്തു. അത് കണ്ടിന്യൂഡ് ആയിട്ടല്ല, ഒരു ക്യാരക്ടർ അങ്ങനെ ചെയ്തിട്ടില്ല. സ്പെഷ്യൽ ഇൻവൈറ്റി ആയിട്ട് പ്രത്യേക ക്ഷണം കിട്ടിപ്പോകുന്ന പോയി ചെയ്തിട്ടുണ്ട്. ശരി. പിന്നെ ഈ ചാനലിലൊക്കെ നമ്മൾ കൂടുതലും വിഷയ പരിപാടിക്കൊക്കെ അങ്ങനെയുള്ള ഗസ്റ്റൊക്കെ ആയിട്ട് പോകുന്ന പരിപാടിയൊക്കെ. പൊതുവെ ഇപ്പോൾ തിരക്കുള്ള സമയമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ കുറച്ച് എഴുത്തിൻ്റെ തിരക്കിലും കൂടിയാണ്. എങ്ങനെയാണ് ആകാശവാണി കേൾക്കുമായിരുന്നു? ഇപ്പോൾ കുറച്ച് മുമ്പേ പറയേണ്ട ഈ സ്കൂളിൽ കുട്ടിക്കാലം നമുക്ക് ഈ റേഡിയോയിലേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാവിലെ 8 മണിക്ക് തുടങ്ങി 9 മണിക്ക് വരെ ഉള്ള ഗാനോപകാരം. അപ്പോൾ 9 മണി ഞങ്ങൾ വീട്ടിൽ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ സ്കൂളിൽ. 9:20 ബെല്ലടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഹിന്ദി പാട്ടാണ് അക്കാലത്ത്. പിന്നെ ഉച്ചയ്ക്ക് ഇഷ്ടഗാനങ്ങൾ 2 മണിക്ക് തുടങ്ങി 2:30 തീരുന്നത് ഇഷ്ടഗാനങ്ങൾ, ഗാന കേളി, അങ്ങനെ ഒരുപാട് പരിപാടി. രാത്രി നമ്മൾ റേഡിയോ മാത്രമല്ലേ, റേഡിയോ സൗണ്ട് കേൾക്കുമായിരുന്നു. പാട്ട് കേൾക്കണ അങ്ങനെ ആയിരുന്നല്ലോ ആദ്യം നമ്മുടെ കുട്ടിപ്രായത്തിലൊക്കെ. പിന്നീടാണ് ഈ ടേപ്പ് റെക്കോർഡൊക്കെ വരുന്നത്. അതും ടേപ്പ് റെക്കോർഡ് വലിയ വലിയ വീട്ടിലൊക്കെ ആദ്യം വരിക. പിന്നെ ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു സിനിമയുടെ ശബ്ദരേഖ ഉണ്ടാവും. കാണാത്ത സിനിമയുടെ ശബ്ദരേഖയാണെങ്കിൽ നമ്മൾ കേൾക്കാറുണ്ട്. കാണാത്ത സിനിമയുടെ അല്ല, കണ്ട സിനിമയുടെ. കാരണം ആ സീൻസ് നമ്മുടെ മുമ്പേ ഉണ്ടല്ലോ. അതെ. അത് ഇന്നതാണ് അങ്ങനെ കേൾക്കാറുണ്ട്. നമുക്ക് ഇനി അടുത്തൊരു ഗാനത്തിലേക്ക് പോകാം. പത്മയുഗം എന്ന സിനിമയിൽ കുയിലിൻ്റെ മണിനാഥം കേട്ടു കാട്ടിൽ കുതിരക്കുളമ്പടി കേട്ടു. പൊതുവെ പഴയ പാട്ടുകളോടാണ് താല്പര്യം. എങ്ങനെയാണ് പുതിയ പാട്ടുകളോടുള്ള സമീപനം? പുതിയ പാട്ടുകളോട് നമുക്ക് എല്ലാ കാലത്തും സംഗീതം നമുക്കിഷ്ടമാണ്, പാട്ടും നമുക്കിഷ്ടമാണ്. പക്ഷേ ഈ കുട്ടിക്കാലത്ത് മനസ്സിൽ പതിഞ്ഞുപോയ പാട്ടുകളാണ് കൂടുതൽ എപ്പോഴും മനസ്സിൽ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് അല്ലേ? പാട്ടൊക്കെ പാടുമായിരുന്നു കുട്ടിക്കാലത്ത്? നമ്മൾ പാടുന്നപ്പോൾ ശരിക്കുമുള്ള അതിലായിരിക്കില്ല, നമ്മൾ ഈ നമ്മുടേതായ ഈണത്തിൽ അങ്ങ് പോകും. അപ്പോൾ കൂട്ടുകാരൊക്കെ വഴക്ക് പറയും. അപ്പോൾ അതുകൊണ്ട് അധികം അത്തരം പാട്ടുകൾ പാടി അപമാനിതനാകണ്ടെന്ന് കരുതിയ സ്വന്തം പാട്ടുകൾ പാടണേ. അതാകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പാടാമല്ലോ. അതെ, ആരും തിരുത്താൻ വരില്ല. അതെ. പാട്ടുകാരിൽ ആരെയായിരുന്നു അക്കാലത്തൊക്കെ ഏറ്റവും ഇഷ്ടം? പാട്ട് ദാസ്മാഷിനെ, ജയചന്ദ്രൻ സാർ, എം.ജി. ശ്രീകുമാർ സാറിനെ. നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതൊക്കെ ബ്രഹ്മാനന്ദ സാറിനെ. തിരുവനന്തപുരം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. അപ്പോൾ അതിൻ്റെ പാട്ടുകൾ അക്കാലത്ത് ഹിറ്റായിട്ടുള്ള കുറേ പാട്ടുകളുണ്ടല്ലോ. അതെ. നമുക്ക് ഏതാണ് അടുത്ത് കേൾക്കേണ്ട പാട്ട്? അത് പറയുന്നത് പഞ്ചവൻ കാട് എന്ന സിനിമയിലാണ്. ആ സിനിമയിൽ തന്നെ വേറെ ഒരുപാട് പാട്ടുകളുണ്ട്. കള്ളിപ്പാലകൾ പൂത്തു, ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷേ അതിൽ എനിക്ക് ആ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു പാട്ട് നമ്മൾ ആദ്യം കേൾക്കുകയാണ്. ശൃംഗാരൂപിണി ശ്രീ പാർവതി സഖിമാരും ഒരുമിച്ച് പള്ളി നീരാട്ടിനു ധനുമാസ പൊയ്കയിലിറങ്ങി ഒരു നാൾ ധനുമാസ പൊയ്കയിലിറങ്ങി. ആ പാട്ട് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. നമുക്ക് ആ ഗാനം കേൾക്കാം. താങ്കളൊരു റിയാലിറ്റി ഷോയിലും പങ്കെടുത്തിട്ടുണ്ടല്ലോ, ബിഗ് ബോസിൻ്റെ ഫൈനൽ വരെ പോയി അല്ലേ? 100 ദിവസം പോയി. കപ്പടിക്കാനുള്ളതായിരുന്നു, അവസാനം ഔട്ടായി പോയി. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പോയി. എങ്ങനെയായിരുന്നു ആ അനുഭവം? അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ വലിയ പ്രതീക്ഷയോടെയാണോ താങ്കൾ പങ്കെടുത്തിരുന്നത്? ഒരിക്കലുമല്ല. ഞാൻ അതിൽ 20 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് സമ്മതിച്ച് പോയത്. അപ്പോൾ പുറത്തുനിന്ന് 1-2 സിനിമയുടെ അഡ്വാൻസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ കൊടുത്തു. അപ്പോൾ എന്നെ കയറ്റി വിടുമ്പോൾ അവർ പറഞ്ഞത് 15 ദിവസത്തേക്ക് നിൽക്കുക. എനിക്ക് ഷോയുടെ എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഈ പരോളി സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ അവിടെ ആണ് ഈ ബിഗ് ബോസിൻ്റെ പരസ്യങ്ങളൊക്കെ കാണുന്നത്, കമൽ സാറിൻ്റെ ഫോട്ടോയൊക്കെ. അന്ന് ഞാൻ കരുതിയത് അതൊരു സിനിമയാണെന്നാണ്. ഞങ്ങൾ ലൊക്കേഷനിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞത് സിനിമ പണ്ട് ബ്രൂസിലിയുടെ സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അതുപോലെ ഒരുപാട് വന്നിട്ടുള്ളതല്ലേ. പിന്നെ കമൽ സാർ ഇപ്പോൾ ഇങ്ങനെ ഒരു ടൈറ്റിലിൽ സിനിമ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ പറഞ്ഞത് അത് സിനിമയല്ല ചേട്ടാ, അതൊരു ഷോയാണ്. അങ്ങനെ നാട്ടിൽ വന്നപ്പോൾ പിന്നെ ആ ഷോയിൽ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 15 ദിവസം വീട്ടിൽ വന്ന് അവിടെ നിൽക്കാം. എന്നോട് 14 പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കണം. ഞാൻ പറഞ്ഞു ഞാൻ 15 ദിവസം നിൽക്കാമെന്ന്. 20 ദിവസം എന്നൂടെ എന്ന് ചോദിച്ചു. സമ്മതിച്ച് എന്നെ കൊണ്ടുപോയതാണ്. കയറ്റിവിടന്മാർ പറഞ്ഞു എപ്പോഴും വേണമെങ്കിലും പറഞ്ഞാൽ മതി, തിരിച്ചു വിടാം എന്ന് പറഞ്ഞു. പക്ഷേ അവർ വിട്ടില്ല. 100 ദിവസം ഉറപ്പിച്ച് നിർത്തി. വലിയൊരു അനുഭവമായിരുന്നു അല്ലേ? അത് വലിയൊരു അനുഭവമല്ലേ. ലാലേട്ടനായിട്ട് വളരെ അടുത്ത് സംസാരിക്കാനും ഇടപഴകാനും വളരെ ഒരുപാട് പല മേഖലയിൽ നിന്നുള്ള വ്യക്തികളുണ്ടായിരുന്നു കൂടെ. അവരൊക്കെ പരിചയപ്പെടാനും ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കമൽ സാറിൻ്റെ അടുത്ത് ഇരിക്കാൻ കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ടായി. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ? കുട്ടിക്കാലത്ത് തൊട്ട് തന്നെ എൻ്റെ സിനിമയിൽ എനിക്കിഷ്ടപ്പെട്ട ടൈറ്റിലുണ്ട്. ഇപ്പോൾ സിനിമയ്ക്ക്
ആയിരക്കണക്കിന് 14,000 സിനിമകളുണ്ടല്ലോ, എല്ലാ സിനിമയ്ക്കും ഓരോ ടൈറ്റിലുണ്ടാവും. പക്ഷെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈറ്റിൽ എന്ന് പറയുന്നത് ഇതാ ഇവിടെ വരെ, പി പത്മരാജൻ്റെ സാറിൻ്റെ IB ശശി സാർ സംവിധാനം ചെയ്ത സിനിമയാണ്. അത് ഞാൻ ഒത്തിരി തവണ കണ്ടിട്ടുള്ള സിനിമയാണ്. തിയേറ്ററിലും TV-യിലും വീഡിയോ ഒക്കെ ഇട്ട് കണ്ടിട്ടുള്ളൂ. അതിൽ പാട്ടാണ് ഇതാ ഇതാ ഇവിടെ വരെ. പാട്ട് കേൾക്കും. ഇനിയുള്ള പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? ഇനി എനിക്ക് ഒരു കഥ പറയുന്നേരം എന്നൊരു സിനിമ ഇറങ്ങുന്നുണ്ട്. പിന്നെ 11 ഈ കുറേ ആത്മാക്കളുടെ കഥ പറയുന്ന നല്ല വ്യത്യസ്തമായ സിനിമയാണ്. പിന്നെ 0.8 അർജുൻ ബോധി, കുറേ സിനിമകൾ എനിക്ക് ഇനി വരാനുണ്ട്. PTA എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കേന്ദ്രമാക്കിയിട്ട് ഈ പരോൾ സിനിമയുടെ തിരക്കഥാകൃത്ത് അജിത് പൂജപ്പുര സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. എന്തായാലും കൂടുതൽ സിനിമകളിൽ നല്ല വേഷങ്ങൾ കിട്ടട്ടെ, എല്ലാം വിജയങ്ങളാവട്ടെ. ഇത് പറയേണ്ട ഒരു കാര്യം, ഞാൻ ലീഡ് റോൾ ചെയ്യുന്ന ഒരു സിനിമ വരുന്നുണ്ട്, മിസ്റ്റർ ബംഗാളി. അത് നമ്മുടെ ഈ ബായിമാരുടെ കഥയാണോ മിസ്റ്റർ ബംഗാളി എന്ന് പറയും? ബായിമാരുടെ കഥയാണ്. അതിൻ്റെ നിർമ്മാതാവും ഡയറക്ടറും ഒക്കെ ഒരാളാണ്, ജോബി. എന്തായാലും വലിയ വിജയങ്ങളാവട്ടെ താങ്കളുടെ സംരംഭങ്ങളെല്ലാം എന്ന് ആശംസിക്കുന്നു. ആകാശവാണിയുടെ സ്റ്റുഡിയോയിൽ വന്ന് ഇത്രയും സമയം ചെലവഴിച്ച് ഓർമ്മകളും ഇഷ്ടഗാനങ്ങളും പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ആകാശവാണിയോട് എനിക്ക് നന്ദി. നമസ്കാരം. ചലച്ചിത്ര അഭിനേതാവും ഗായകനുമായ അരിസ്റ്റോ സുരേഷ് അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം MV ശശികുമാർ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.